യൂത്ത് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. വടകരയ്ക്ക് മാനക്കേട്, വടകരയ്ക്ക് മാനക്കേട്. ദൂർത്തടിക്കാൻ കാശുണ്ട്, ദൂർത്തടിക്കാൻ കാശുണ്ട്, ദൂർത്തടിക്കാൻ കാശുണ്ട്. ഭരിച്ചിടൂ, നഗരസഭ ഭരിച്ചിടൂ. ദൂർത്തടിക്കാൻ കാശുണ്ട്, ദൂർത്തടിക്കാൻ കാശുണ്ട്, ദൂർത്തടിക്കാൻ കാശുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം, യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം, യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. അയ്യയ്യേ നാണക്കേട്. കൂട്ടർക്കും ദൂർത്തടിക്കാൻ ലാഭിച്ചായി, ദൂർത്തടിക്കാൻ ലാഭിച്ചായി. പൈസയുള്ള കാലത്ത് തരത്തിൽ പറയുന്നു, ഒരേ സ്വരത്തിൽ പറയുന്നു, നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ, നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ വ്യക്തിരാജി പോ പുറത്ത്, വ്യക്തിരാജി പോ പുറത്ത്, വ്യക്തിരാജി പോ പുറത്ത്. വ്യക്തിരാജി പോ പുറത്ത്. ദൂർത്തടിക്കാൻ പണമുണ്ട്, ദൂർത്തടിക്കാൻ പണമുണ്ട്, ലാവിഷായി പായാനോ, ലാവിഷായി പായാനോ, ലാവിഷായി പായാനോ. ലാവിഷായി സാധാരണ ജനങ്ങളോട് കാര്യം നോക്കാൻ പണമില്ല, കാര്യം നോക്കാൻ പണമില്ല, കാര്യം നോക്കാൻ പണമില്ല. കാര്യം നോക്കാൻ പണമില്ല. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. യൂത്ത് കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. പ്രതിഷേധം, പ്രതിഷേധം. പ്രതിഷേധം. ദിവസം വടകര മുനിസിപ്പൽ സെക്രട്ടറി ഒരു ഉത്തരവിറക്കി. ആ ഉത്തരവിൽ പറയുന്നത് നഗരസഭാ ഉദ്യോഗസ്ഥർ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഉൾപ്പെടെ, ഓവർസിയർമാർ ഉൾപ്പെടെ, ഓഫീസ് അറ്റൻഡന്റ്മാർ ഉൾപ്പെടെ, ക്ലാർക്കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ ഫീൽഡ് സന്ദർശനത്തിനും മറ്റുമായി ഔദ്യോഗിക യാത്രകൾക്ക് സൈക്കിൾ ഉപയോഗിക്കണമെന്നാണ് ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ ഒരു ഉത്തരവിന് നിദാനമായിരിക്കുന്നത്? സെക്രട്ടറി ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, വടകര നഗരസഭ കാർബൺ ഫ്രീ ആയി പ്രഖ്യാപിച്ചതുകൊണ്ട് നഗരസഭയിലെ ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ സൈക്കിൾ ഉപയോഗിക്കണമെന്നാണ്. എന്നാൽ കാർബണിന്റെ ബഹിർഗമനം മൂലമുണ്ടാകുന്ന പ്രശ്നമാണ് നഗരസഭാ സെക്രട്ടറിയുടെ പ്രശ്നമെങ്കിൽ ഈ ഉത്തരവ് ഇറങ്ങേണ്ടത് വർഷങ്ങൾക്ക് മുമ്പേ ആയിരുന്നു. ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവാണ്. കാരണം കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും അറിഞ്ഞതാണ്, നഗരസഭയിലെ ഔദ്യോഗിക വാഹനങ്ങൾക്ക് പെട്രോൾ അടിക്കുവാനുള്ള ഫണ്ട് നൽകാൻ പറ്റാതെ പെട്രോൾ പമ്പുകൾ നഗരസഭയിലെ വാഹനങ്ങൾക്ക് പെട്രോൾ നൽകിയില്ല എന്നുള്ളത്. എന്താണ് ഇതിന് കാരണം? നഗരസഭാ ചെയർപേഴ്സൺ അദ്ദേഹത്തിന്റെ സ്വകാര്യ യാത്രകൾക്ക് പോലും ഔദ്യോഗിക വാഹനം ഉപയോഗിക്കുകയും യാത്രയുടെ വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തേണ്ട ആ ലോഗ് ബുക്കിൽ ഈ യാത്രയുടെ സൂചിപ്പിച്ചിരിക്കുന്ന കിലോമീറ്ററും വണ്ടിയിൽ എണ്ണയടിച്ച ആ പൈസയും അല്ലെങ്കിൽ ആ ഒരു കിലോമീറ്ററും തമ്മിൽ യാതൊരു തരത്തിലുള്ള പൊരുത്തവുമില്ല എന്ന ഓഡിറ്റ് വിഭാഗത്തിന്റെ കണ്ടെത്തലാണ്. എന്താണ് ലോഗ് ബുക്ക്? ഒരു ഔദ്യോഗികമായിട്ടുള്ള പദവിയിലുള്ള ഒരാൾ യാത്ര പുറപ്പെടുമ്പോൾ ആ യാത്ര എവിടേക്ക് പോകുന്നു, എത്ര സമയത്ത് പുറപ്പെടുന്നു എന്നുള്ളത് കൃത്യമായി രേഖപ്പെടുത്തണം. 18 കോളങ്ങളുള്ള ഒരു ബുക്കാണ് ഈ ലോഗ് ബുക്ക് എന്ന് പറയുന്നത്. അതിൽ 1 മുതൽ 7 വരെയുള്ള കോളത്തിൽ യാത്ര പുറപ്പെടുന്നതിന് മുമ്പും 8 മുതൽ 13 വരെയുള്ള കോളത്തിൽ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയതിനു ശേഷവും പൂരിപ്പിക്കണം. അതിനുശേഷം 15 മുതൽ 18 വരെയുള്ള കോളത്തിൽ ആ ഉദ്യോഗസ്ഥർ അത് പരിശോധിച്ച് രേഖപ്പെടുത്തേണ്ട രേഖപ്പെടുത്തലുകൾ നടത്തുന്ന ഔദ്യോഗിക രേഖയാണ് ലോഗ് ബുക്ക് എന്ന് പറയുന്നത്. എന്നാൽ ഈ ലോഗ് ബുക്കിൽ എന്തില്ല? യാതൊരു തരത്തിലുള്ള രേഖപ്പെടുത്തലും നടത്താതെ സ്വന്തം ഇഷ്ടപ്രകാരം യാത്ര നടത്തിയ ചെയർപേഴ്സൺ അതൊക്കെ മറച്ചു വെക്കാൻ വേണ്ടി പുതിയ ഒരു ഉത്തരവ് സെക്രട്ടറി ഇട്ടിരിക്കുന്നു. ചെയർപേഴ്സന്റെയും സെക്രട്ടറിയുടെയും കൃത്യവിലോപം അവരെ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിൽ ഉദ്യോഗസ്ഥരെ പഴിചാരുന്നതിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിക്കുന്നു. കാരണം സാധാരണക്കാരായ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി സർക്കാരിന്റെ പ്രതിനിധികളായിട്ടുള്ള ഉദ്യോഗസ്ഥർ അവരുടെ ഉദ്യോഗവുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിന് സൈക്കിൾ എടുത്തു പോകുമ്പോൾ ജനങ്ങൾക്ക് കിട്ടേണ്ട സേവനങ്ങൾ വൈകുകയാണ്.
ഇതിന് കാരണമായ ചെയർപേഴ്സൺ രാജിവെച്ച് പുറത്തു പോകണമെന്ന് ഇവിടെ യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. മാത്രമല്ല, ഇപ്പൊ നമ്മൾ പറഞ്ഞത് പ്രകാരം ഈ മുനിസിപ്പാലിറ്റി നഗരസഭകൾക്കൊക്കെ തന്നെ ഔദ്യോഗിക വാഹനങ്ങൾ വാടകയ്ക്ക് കൊടുക്കാം. ആ വാഹനങ്ങൾക്ക് കൃത്യമായ രീതിയിലുള്ള വാടക നിശ്ചയിച്ചുകൊണ്ട് ആ വാടക എത്രയാണോ, ഇത്രയും കാലം ചെയർപേഴ്സൺ നടത്തിയ യാത്രകൾ, സ്വകാര്യ യാത്രകൾ എത്രയൊക്കെയാണോ അതിന്റെ കൃത്യമായ കിലോമീറ്ററുകൾ കണക്കാക്കി സെക്രട്ടറി ചെയർപേഴ്സണിൽ നിന്നും കൃത്യമായ രീതിയിലുള്ള വാടക കണ്ടെത്തിക്കൊണ്ട് പെട്രോൾ പമ്പുകൾക്ക് നൽകുവാനുള്ള കുടിശ്ശിക തീർത്തുകൊണ്ട് ഉദ്യോഗസ്ഥർക്ക് വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കണമെന്ന് സെക്രട്ടറിയോട് ഇവിടെ യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. നമുക്കറിയാം, വടകര മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വലിയ തരത്തിലുള്ള ധൂർത്തുമായിട്ട് മുന്നോട്ട് പോകുന്ന മുനിസിപ്പാലിറ്റി, ഇതിലൊന്നും തന്നെ പണത്തിന്റെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും നിലനിൽക്കുന്നില്ല. മറിച്ച് അവർ പറയുന്നത് എല്ലാ ഉത്തരവാദിത്തങ്ങളും ഉദ്യോഗസ്ഥരിലേക്ക് കൊടുത്തുകൊണ്ടുപോകുന്ന സെക്രട്ടറിയുടെയും ചെയർപേഴ്സണിന്റെയും ധാർഷ്ട്യം അവസാനിപ്പിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ ഒരു ഉത്തരവിലൂടെ ആ വാഹനങ്ങൾ തിരിച്ചു നൽകി അവരുടെ ഔദ്യോഗിക കൃത്യം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം സെക്രട്ടറി ഒരുക്കണമെന്നിവിടെ യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു.